Like attracts like. The simplest way for me to look at the law of attraction is if I think of myself as a magnet and I know that a magnet will attract to it. നമ്മൾ സ്വയം ഒരു കാന്തത്തിനെ പോലെ സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് എല്ലാം ആകർഷിക്കുമെന്നുള്ള ഒരു തോട്ട് നമ്മളിലേക്ക് എത്തിക്കുക ആദ്യം. യു ആർ ദ മോസ്റ്റ് പവർഫുൾ മാഗ്നറ്റ് ഇൻ ദി യൂണിവേഴ്സ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കാന്തം, ഏറ്റവും വലിയ ആകർഷണ ശക്തിയുള്ളത് നിങ്ങൾക്കാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. യു കണ്ടെയ്ൻ എ മാഗ്നറ്റിക് പവർ വിത്തിൻ യു that is more powerful than anything in the world. And this unfathomable magnetic power is emitted through your thoughts. Okay, ആ മാഗ്നറ്റിക് പവർ എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മുടെ ചിന്തകൾ വഴിയാണ് കിട്ടുന്നത്. Basically, the law of attraction says that like attracts like, but we are really talking at a level of thought. So here, like attracts like എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിയായതിന് ചേരും എന്നുള്ളത്, അല്ലെങ്കിൽ ചേരുന്നതേ ചേരൂ എന്ന് പറയില്ലേ നമ്മൾ മലയാളത്തിൽ, അതേപോലെയാണ് ഇവിടെ യൂസേജ് വന്നിരിക്കുന്നത്. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. ദ ലോ ഓഫ് അട്രാക്ഷൻ സേസ് ലൈക്ക് അട്രാക്ട്സ് ലൈക്സ്, ആൻഡ് സോ ആസ് യു തിങ്ക് എ തോട്ട് യു ആർ ഓൾസോ അട്രാക്റ്റിംഗ് ലൈക്ക് തോട്ട്സ് ടു യു. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളായിരിക്കും നമ്മളെ ചിന്തയിൽ വരിക. ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഒരു കാര്യം തന്നെ ചിന്തിക്കുമ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങളും കൂടി നമ്മളെ മനസ്സിലേക്ക് വരും. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹാവ് യു എവർ സ്റ്റാർട്ടഡ് ടു തിങ്ക് അബൌട്ട് സംതിങ് യു വർ നോട്ട് ഹാപ്പി അബൌട്ട് ആൻഡ് ദ മോർ യു തോട്ട് അബൌട്ട് ഇറ്റ് ദ വേഴ്സ് ഇറ്റ് സീംഡ്. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെന്ന് വിചാരിക്കുക, സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക, അതിനെപ്പറ്റി തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ദാറ്റ്സ് ബിക്കോസ് ആസ് യു തിങ്ക് വൺ സസ്റ്റൈൻഡ് തോട്ട് ദ ലോ ഓഫ് അട്രാക്ഷൻ ഇമ്മീഡിയറ്റ്ലി ബ്രിങ്സ് മോർ ലൈക്ക് തോട്ട്സ് ടു യു. അതായത് ഇവിടെ പറയുന്നത്, നിങ്ങൾ സസ്റ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കുറേ നേരം ഒരേ ചിന്ത തന്നെ ഇങ്ങനെ തുറന്നു പോയി കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചിന്തകളിൽ കൊണ്ടുവരാൻ ആര് ശ്രമിക്കും? ലോ ഓഫ് അട്രാക്ഷൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൈക്ക് തോട്ട്സ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നല്ല, ഏത് ചിന്തയാണോ അതിനോട് അനുബന്ധമായിട്ടുള്ള ലൈക്കായിട്ടുള്ള തോട്ടുകൾ നിങ്ങളുടെ ചിന്തയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇൻ എ മാറ്റർ ഓഫ് മിനിറ്റ്സ് യു ഹാവ് ഗോട്ടൺ സോ മെനി ലൈക്ക് അൺഹാപ്പി തോട്ട്സ്. ഓക്കെ, അങ്ങനെ ഒരു നിമിഷം കൊണ്ടില്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ചീത്ത ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് യു മേ ഹാവ് എക്സ്പീരിയൻസ്ഡ് അട്രാക്ടിങ് ലൈക്ക് തോട്ട്സ് വെൻ യു ലിസൺഡ് ടു എ സോങ് ആൻഡ് ദെൻ ഫൗണ്ട് ദാറ്റ് യു കുഡ് നോട്ട് ഗെറ്റ് ദാറ്റ് സോങ് ഔട്ട് ഓഫ് യുവർ ഹെഡ്. സോ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, യു ഹാവ് എക്സ്പീരിയൻസ്ഡ് തോട്ട്സ് ലൈക്ക് വെൻ യു ലിസൺ ടു എ സോങ്, നിങ്ങളൊരു പാട്ട് കേട്ടു എന്ന് വിചാരിക്കാം, ദെൻ ഫൗണ്ട് ദാറ്റ് യു കുഡിൻ ഗെറ്റ് ദാറ്റ് സോങ് ഔട്ട് ഓഫ് യുവർ ഹെഡ്. ആ പാട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ അന്നത്തെ ദിവസം മുഴുവൻ, അത് നിങ്ങളുടെ തലയിൽ നിന്ന് പോവുകയില്ല. ദ സോങ് ജസ്റ്റ് കെപ്റ്റ് പ്ലേയിങ് ഓവർ ആൻഡ് ഓവർ ഇൻ യുവർ ഹെഡ് ഓർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിൽ ആ പാട്ട് വീണ്ടും വീണ്ടും പാടിക്കൊണ്ടേയിരിക്കും. വെൻ യു ലിസൺ ടു ദാറ്റ് സോങ് ഈവൻ ദോ യു മേ നോട്ട് ഹാവ് റിയലൈസ്ഡ് ഇറ്റ്. നിങ്ങൾ ആ പാട്ട് കേട്ടപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ രാവിലെ ചിലപ്പോൾ ഒരു വട്ടം കേട്ടതായിരിക്കും, എന്നാലും ആ പാട്ട് ഇങ്ങനെ വീണ്ടും മനസ്സിൽ വൈകുന്നേരം വരെ ഉണ്ടായിരിക്കും. യു ഗേവ് യുവർ ഫുൾ അറ്റൻഷൻ ആൻഡ് ഫോക്കസ് ഓഫ് തോട്ട് ടു ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ പാട്ടിനെ അത്രമാത്രം കാര്യത്തോടു കൂടി അല്ലെങ്കിൽ ഗൗരവത്തോടു കൂടി സമീപിച്ചിട്ടുണ്ട്. ആസ് യു ഡിഡ് ദാറ്റ് യു വെർ പവർഫുള്ളി അട്രാക്റ്റിംഗ് മോർ ലൈക്ക് തോട്ട്സ് ഓഫ് ദാറ്റ് സോങ്. അങ്ങനെ സംഭവിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആ പാട്ടിനെ പറ്റിയുള്ള ചിന്തകൾ അല്ലെങ്കിൽ ആ പാട്ടിനെ പറ്റിയുള്ള ലൈക്ക് തോട്ടുകളെ നിങ്ങൾ ആകർഷിക്കുകയാണ് ചെയ്തത്. സോ ദ ലോ ഓഫ് അട്രാക്ഷൻ മൂവ്ഡ് ഇൻ ടു യുവർ ആക്ഷൻ ആൻഡ് ഡെലിവേർഡ് മോർ തോട്ട്സ് ഓഫ് ദാറ്റ് സോങ്. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു? ഇല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലാക്കിയത് എന്താണ്? നിങ്ങൾക്ക് ആ പാട്ടിനെ പറ്റി കൂടുതൽ ചിന്തിക്കേണ്ടത് എന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള അല്ലെങ്കിൽ ആ പാട്ടിനെ തന്നെ വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അവർ ജോബ് ആസ് ഹ്യൂമൻ ഈസ് ടു ഹോൾഡ് ഓൺ ടു ദ തോട്ട്സ് ഓഫ് വാട്ട് വി വാണ്ട്. ഓക്കെ, നമ്മുടെ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മുടെ ജോലി എന്താണ്? ടു ഹോൾഡ് ഓൺ ടു ദ തോട്ട്സ് ഓഫ് വാട്ട് വി വാണ്ട്. നമുക്ക് എന്താണ് വേണ്ടത് എന്ന ചിന്തയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ മുറുകെ പിടിക്കുകയാണ് വേണ്ടത്. നമുക്ക് വേണ്ടുന്ന ആവശ്യങ്ങളുടെ ചിന്തയെ മുറുകെ പിടിക്കുകയാണ്. മേക്ക് ഇറ്റ് അബ്സല്യൂട്ട്ലി ക്ലിയർ ഇൻ അവർ മൈൻഡ് വാട്ട് വി വാണ്ട്. വാട്ട് മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഈസ് ദാറ്റ് എ തോട്ട് ഹാസ് എ ഫ്രീക്വൻസി. ഒരുപാട് ആളുകൾക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് തോട്ട് എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസിയാണ് എന്നുള്ളതാണ്. ഓക്കെ, വി ക്യാൻ മെഷർ എ തോട്ട്. നമുക്കൊരു ചിന്തയെ അളക്കാനാവും. തോട്ട്സ് ആർ മാഗ്നറ്റിക് ആൻഡ് തോട്ട്സ് ഹാവ് എ ഫ്രീക്വൻസി. ഒരു കാന്തിക ശക്തി പോലെ അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസിയോട് കൂടിയ കാന്തിക ശക്തിയാണ് നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത്. ആസ് യു തിങ്ക് ദോസ് തോട്ട്സ് ആർ സെൻറ്റ് ഔട്ട് ഇൻ ടു ദ യൂണിവേഴ്സ്.
നിങ്ങൾ ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാന്തിക തരംഗങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രസരണങ്ങൾ നമ്മൾ പുറത്തേക്ക് പ്രപഞ്ചത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആൻഡ് ദേ മാഗ്നറ്റിക്കലി അട്രാക്ട്സ് ഓൾ ലൈക്ക് തിങ്സ് ദാറ്റ് ആർ ഓൺ ദ സെയിം ഫ്രീക്വൻസി. അപ്പോൾ ഈ പോകുന്ന തരംഗങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനോട് തത്തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ അട്രാക്ട് ചെയ്യുന്ന ലൈക്ക് തോട്ടുകളെ അത് ആകർഷിക്കുന്നു പ്രപഞ്ചത്തിൽ നിന്ന്. എവറിത്തിങ് സെൻറ്റ് ഔട്ട് റിട്ടേൺ ടു ദ സോഴ്സ്. നമ്മൾ പുറപ്പെടുവിച്ച എല്ലാ കാര്യങ്ങളും എവറിത്തിങ് സെൻറ്റ് ഔട്ട് റിട്ടേൺ ടു ദ സോഴ്സ്, അതിൻ്റെ സ്രോതസ്സിലേക്ക് തന്നെ, സോഴ്സിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. സോഴ്സ് എന്താണ്? നമ്മുടെ തലച്ചോറ് തന്നെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ. നമ്മളിൽ നിന്ന് പ്രസരിപ്പിച്ച ഈ ഒരു തരംഗങ്ങൾ അത് പ്രപഞ്ചത്തിലെത്തുകയും പ്രപഞ്ചത്തിൽ നിന്ന് അതിന് തത്തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള തോട്ട്സ് സ്വീകരിച്ചിട്ട് വീണ്ടും അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നു. ആൻഡ് ദാറ്റ് സോഴ്സ് ഈസ് യു. നമ്മൾ തന്നെയാണ് ആ സോഴ്സും. തിങ്ക് ഓഫ് ദിസ് വേ. വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ ടെലിവിഷൻ സ്റ്റേഷൻ ട്രാൻസ്മിഷൻ ടവർ ബ്രോഡ്കാസ്റ്റ് വയ ഫ്രീക്വൻസി വിച്ച് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു പിക്ചേഴ്സ് ഓൺ യുവർ ടെലിവിഷൻ. ഇത്ര സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ നമ്മൾ ടെലിവിഷൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രത്യേക തരത്തിലുള്ള ഫ്രീക്വൻസി, ഓരോ ചാനലും ഓരോ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഒരു സർട്ടൻ ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ അതിലുള്ള ചിത്രങ്ങളും ശബ്ദങ്ങളും പാട്ടുകളൊക്കെ നമ്മൾ ടി വിയിലേക്ക് എത്തുന്നു. ഓക്കെ അല്ലേ? ടി വിയിൽ നിന്നൊരു ഫ്രീക്വൻസി തിരയുന്നു, നമ്മുടെ ആൻറ്റിന് തിരയുന്നു. ആ സർട്ടൻ ഫ്രീക്വൻസി എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ച് നമ്മളിലേക്ക് അല്ലെങ്കിൽ ടി വിയിലേക്ക് തന്നെ വന്നിട്ട് നമുക്കത് ചിത്രമായിട്ടും പടമായിട്ടും പാട്ടായിട്ടും ഒക്കെ കാണിച്ചു തരുന്നു. അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. മനുഷ്യൻ്റെ കേസിൽ നമ്മളാണ് ട്രാൻസ്മിഷൻ ടവർ. You are a human transmission tower and you are more powerful than any television tower created on earth. നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ടവർ. ടെലിവിഷൻ ടവറിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രസരണ ശേഷിയുള്ള ടവറാണ് നമ്മൾ. The vibrations of mental forces are the finest and consequently the most powerful in existence. നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ചിന്ത അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഫോഴ്സസ് ആണെന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ ഫോഴ്സസിൻ്റെ വൈബ്രേഷനാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിശാലിയായിട്ടുള്ളത്. ആൻഡ് സീ യുവർ സെൽഫ് ലീവിങ് ഇൻ അബണ്ടൻസ് ആൻഡ് യു വിൽ അട്രാക്റ്റ് ഇറ്റ്. നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങൾ അതിൽ അട്രാക്റ്റ് ആവുക തന്നെ ചെയ്യും. സോ നേരത്തെ പറഞ്ഞ മാതിരി അബണ്ടൻസിൽ നമ്മൾ ജീവിക്കുന്നതായിട്ട്, വെൽത്തായിട്ട് ജീവിക്കുന്നതായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരുടെയും കേസിൽ നടക്കുന്നുണ്ടോ? ദെൻ the most obvious question becomes, why isn't everybody living the life of their dreams? എന്തുകൊണ്ട് എല്ലാവർക്കും ഇത് പറ്റുന്നില്ല? why is not everybody living the life of their dreams? അവരുടെ സ്വപ്നത്തിൽ ഇല്ലെങ്കിൽ ആഗ്രഹിച്ച പോലൊരു ജീവിതം എല്ലാവർക്കും കിട്ടാത്തത് എന്തുകൊണ്ടാണ്? Here is the problem. ഇതാണ് പ്രശ്നം. most people are thinking about what they don't want. എല്ലാവർക്കും ഇല്ലെങ്കിൽ ആളുകളെല്ലാം ചിന്തിക്കുന്നത് അവർക്ക് എന്ത് വേണം എന്നതിനേക്കാൾ അപ്പുറം അവർക്ക് എന്ത് വേണ്ട എന്നതാണ്. ശ്രദ്ധിക്കുക, അവർക്ക് എന്ത് വേണ്ട എന്നുള്ളതിനെ പറ്റിയാണ് കൂടുതൽ ആളുകളും കോൺഷ്യസ് ആയിട്ടുള്ളത്. ആൻഡ് ദേ ആർ വണ്ടറിങ് വൈ ഇറ്റ് ഷോസ് അപ്പ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. പക്ഷേ എന്താണോ നമ്മൾ വേണ്ടാന്ന് വിചാരിക്കുന്നത് അത് തന്നെ അവർക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അവർക്കൊട്ട് മനസ്സിലാവുന്നുമില്ല. ഓക്കെ, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ തോന്നിയൊരു കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് വേണ്ടാത്ത കാര്യങ്ങളാണ്. എനിക്കത് വേണ്ട, എനിക്ക് തടി വേണ്ട, എനിക്കിത് വേണ്ട, ഇങ്ങനെ മെലിയണ്ട, അങ്ങനെയുള്ള ചിന്തകളാണ്. എന്ന് പറയുന്ന ഒരു വാക്ക് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദി ഓൺലി റീസൺ വൈ പീപ്പിൾ ഡു നോട്ട് ഹാവ് വാട്ട് ദേ വാണ്ട് ഈസ് ബിക്കോസ് ദേ ആർ തിങ്കിങ് മോർ അബൌട്ട് വാട്ട് ദേ ഡോണ്ട് വാണ്ട്. അവർക്ക് വേണ്ടാത്തതിനെ പറ്റിയാണ് ആളുകൾ കൂടുതൽ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് വേണ്ടുന്നതിനേക്കാൾ കൂടുതൽ. ലിസൺ ടു യുവർ തോട്ട്സ് ആൻഡ് ലിസൺ ടു ദ വേർഡ്സ് യു ആർ സേയിങ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ പറയുന്ന വാക്കുകളിലെ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. എന്ത് വാക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ദ ലോ ഈസ് ആബ്സല്യൂട്ട് ആൻഡ് ദർ ആർ നോ മിസ്റ്റേക്സ്. നിയമത്തെ സംബന്ധിച്ചിടത്തോളം അതിലൊരു തെറ്റുമില്ല, അത് ആബ്സല്യൂട്ടാണ്. കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ പറഞ്ഞ മാതിരി എത്രയോ കാലങ്ങളായി ജനങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്, ചുരുക്കം ചിലർ. അപ്പോൾ അവർക്ക് അറിയാം നിയമത്തിൽ എന്തായാലും തെറ്റ് പറ്റില്ല. പിന്നെ എവിടെയാണ്? നമ്മുടെ എക്സിക്യൂഷനിലാണ് പ്രോബ്ലം എന്ന് നമുക്ക് കണ്ടെത്താനാവും. An epidemic worse than any plague that humankind has ever seen has been raging for centuries. It's the don't want epidemic. ഇതുവരെ സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും മാരകമായിട്ടുള്ള ഒരു രോഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹ്യൂമൻ കൈൻഡിനെ സംബന്ധിച്ചിടത്തോളം ഡോണ്ട് വാണ്ട് അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്, അല്ലെങ്കിൽ ഒരു അസുഖമാണ്. The law of attraction doesn't care whether you perceive something to be good or bad. Law of attraction സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു കാര്യം ചീത്തയാണോ നല്ലയാണോ എന്നൊന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്നൊന്നും അത് ചിന്തിക്കുന്നില്ല. Or whether you don't want it or
വെദർ യു ഡു വാണ്ട്. നിങ്ങൾക്കത് വേണമോ വേണ്ടയോ ഒന്നും ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രശ്നമല്ല. ഇറ്റ്സ് റെസ്പോണ്ടിങ് ടു യുവർ തോട്ട്സ്. ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നത് എന്ത് മാത്രമാണ്? നിങ്ങളുടെ ചിന്തകൾക്ക് വിപരീതമായിട്ടുള്ള, അല്ലെങ്കിൽ ചിന്തകൾക്ക് അനുകൂലമായിട്ടുള്ള, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നടത്തുക, അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് മാത്രമാണ്. സോ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് എ മൗണ്ടൻ ഓഫ് ഡെപ്റ്റ്, ഒരു കടത്തിൻ്റെ കൂനയിലാണ്, അല്ലെങ്കിൽ ഒരു കടത്തിൻ്റെ കടബാധ്യതയ്ക്കിടയിലാണ് നിങ്ങൾ കിടക്കുന്നത് വിചാരിക്കാം. ഫീലിംഗ് ട്രബിൾ അബൌട്ട് ഇറ്റ്, ആൻഡ് നിങ്ങൾക്ക് അതിനെപ്പറ്റി ട്രബിൾ ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് ദ സിഗ്നൽ യു ആർ പുട്ടിങ് ഔട്ട് ടു ദ യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ വിഷമമാണ് യൂണിവേഴ്സിലേക്ക് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ഫീൽ റിയലി ബാഡ് ബിക്കോസ് ഓഫ് ഓൾ ദിസ് ഡെപ്റ്റ് ഐ ഹാവ് ഗോട്ട്. ഈ കടബാധ്യതയൊക്കെ കൊണ്ട് ഞാൻ കുടുങ്ങിയല്ലോ ദൈവമേ എന്നുള്ള ഒരു മൂഡാണ് നമുക്കുള്ളത്. യു ആർ യൂസിങ് അഫേമിങ് ടു ഇറ്റ് യുവർ സെൽഫ്. യു ഫീൽ ഇറ്റ് ഓൺ എവറി ലെവൽ ഓഫ് യുവർ ബീയിങ്. ദാറ്റ്സ് വാട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് മോർ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചിന്തയാണ് നിങ്ങളുടെ എന്തായി മാറിയത്? ഡൊമിനേറ്റ് ആയിട്ടുള്ള ചിന്തയായി മാറിയത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ചിന്ത നല്ലതോ ചീത്തയോ എന്നുള്ള പ്രശ്നമല്ല, നമ്മൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ആവർത്തിച്ച് ആ ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നു, അപ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള ചിന്ത തന്നെ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവൃത്തി തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അയാൾ കടത്തിനെ പറ്റി തന്നെ ചിന്തിച്ചു, അയാൾക്ക് വീണ്ടും വീണ്ടും കടം വന്നുകൊണ്ടേയിരുന്നു. അയാൾ അതിനെ സോൾവ് ചെയ്യുന്ന മാർഗ്ഗങ്ങളെയല്ല ചിന്തിച്ചത്, അയാൾ ഈശ്വര കടം വന്നല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചം അത് കേൾക്കുന്നു, അതിന് തത്തുല്യമായിട്ടുള്ള കടം, അപ്പോൾ വീണ്ടും ആ സംഭവം തന്നെ അയാളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ദ ലോ ഓഫ് അട്രാക്ഷൻ ഈസ് റിയലി ഒബീഡിയൻറ്റ്. നല്ല അനുസരണശീലം, അല്ലെങ്കിൽ കൃത്യമായി അനുസരിക്കുന്ന ഒരു നിയമമാണ്, അല്ലെങ്കിൽ അനുസരണശീലമുള്ള ഒരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ. വെൻ യു തിങ്ക് ഓഫ് ദി തിങ്സ് ദാറ്റ് യു വാണ്ട്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ, ആൻഡ് യു ഫോക്കസ് ഓൺ ദം വിത്ത് ഓൾ യുവർ ഇൻറ്റൻഷൻസ്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ ചിന്തയും ഉപയോഗിച്ചിട്ട് അതിനെപ്പറ്റി തന്നെ ചിന്തിക്കുമ്പോൾ, ദെൻ ദ ലോ ഓഫ് അട്രാക്ഷൻ വിൽ ഗീവ് യു എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. എങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായി തന്നെ തരിക ചെയ്യും, എവറി ടൈം, എല്ലായ്പ്പോഴും. വെൻ യു ഫോക്കസ് ഓൺ ദ തിങ്സ് ദാറ്റ് യു ഡോണ്ട് വാണ്ട്, നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെ പറ്റിയാണ് നിങ്ങൾ ചിന്തിക്കുന്നതിൽ, ഐ ഡോണ്ട് വാണ്ട് ടു ബി ലേറ്റ്, എനിക്ക് ലേറ്റ് ആവണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു ബി ലേറ്റ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലോ ഓഫ് അട്രാക്ഷൻ ഡസൻറ്റ് ഹിയർ ദാറ്റ് യു ഡോണ്ട് വാണ്ട് ഇറ്റ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ത് കേൾക്കില്ല? നിങ്ങൾക്കത് വേണ്ടാന്നുള്ള കാര്യം കേൾക്കില്ല, ബട്ട് ഇറ്റ് മാനിഫെസ്റ്റ് ദ തിങ് ദാറ്റ് യു ആർ ഇൻ തിങ്കിങ് ഓഫ്. അത് എന്ത് മാത്രമേ കേൾക്കുന്നുള്ളൂ? നിങ്ങൾ എന്തിനെ പറ്റിയോ ചിന്തിക്കുന്നുണ്ടല്ലോ, ലേറ്റ് ആവുന്നതിനെ പറ്റിയാണ്. ഓക്കെ, ലേറ്റ് ആ ഒരു കാര്യത്തിനെ പറ്റി, അതില്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് മാത്രമേ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ തരുള്ളൂ. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ഷോ അപ്പ് ഓവർ ആൻഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. The law of attraction is not biased to wants or don't wants. When you focus on something, no matter what it happened to you, or you really are calling that into existence. When you focus your thoughts on something you want, and you hold that focus, you are in that moment summoning what you want with the mightiest power in the universe.